ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടുകയാണ്. കാസർഗോട്ടേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കൂട്ടുകയാണ്. കാസർഗോട്ടേക്ക് പോകുമ്പോൾ എന്തിനാണ് ഞാൻ നിങ്ങളെ കാസർഗോട്ടേക്ക് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്ന ഒരു ഇടമുണ്ട്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരിടമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുമോ? നമ്മുടെ എൻഡോസൾഫാന് ഇരയായ ഒരുപാട് മനുഷ്യരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെയൊക്കെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. ഒരുപാട് അവിടെയൊക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. നമ്മളൊക്കെ എത്രമാത്രം സുഖങ്ങളിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും അവിടെ എത്തുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഇന്നലെ മനോഹരമായൊരു ഓണക്കാഴ്ചയായിരുന്നു. അവരുടെ ഓണാഘോഷത്തിൻ്റെ ദിവസമായിരുന്നു കടന്നുപോയത്. കാസർകോട്ടെ എൻഡോസൾഫാൻ സ്നേഹഗ്രാമത്തിനിത് ഒന്നാമത്തെ ഓണമാണ്. ദുരിതബാധിതരെ ചേർത്ത് നിർത്തി കണ്ണീരൊപ്പി ഓരോരുത്തരിലും ഓണനിലാവ് പോലുള്ള പുഞ്ചിരി നിറയ്ക്കുകയാണ് സർക്കാർ. സ്നേഹഗ്രാമത്തിലെ ഓണാഘോഷം കുരുന്നുകളുടെയും രക്ഷിതാക്കളുടെയും മനസ്സ് നിറച്ചു. ഓലക്കുടയുമേന്തി മുളിയാർ മുതലപ്പാറയിലെ സഹജീവനം സ്നേഹഗ്രാമത്തിലേക്ക് മാവേലി എത്തി. ദുരിതമെല്ലാം മറന്ന സന്തോഷത്താൽ നിറയുന്ന കുരുന്നുകളും രക്ഷിതാക്കളും. സ്നേഹഗ്രാമത്തിലെ കാഴ്ച മാവേലിയുടെ മനസ്സ് നിറച്ചു. പിള്ളേർക്ക് വേണ്ടി നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്ന ഈ പരിപാടി ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പിള്ളേരുടെ സന്തോഷമാണ് കാരണവന്മാരുടെ സന്തോഷം. അതേപോലെ പിള്ളേരുടെ സന്തോഷമായിരിക്കണം സർക്കാരിൻ്റെ സന്തോഷം. എന്ന് പറഞ്ഞാൽ മഹാബലിക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. കുട്ടികൾ എന്നെ കാണുമ്പം എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എൻ്റെ കൈ കയറിയിരിക്കുന്നുണ്ട്. വലിയ സന്തോഷമാണ്. എനിക്കെന്നും അന്നും ഇന്നും എല്ലാ സന്തോഷമാണ്. സ്നേഹഗ്രാമത്തിൽ ആദ്യമായി എത്തിയ ഓണം ഒരു കുടുംബം പോലെ എല്ലാവരും ഒത്താഘോഷമാക്കി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കുമെല്ലാമായി വിവിധ കലാകായിക മത്സരങ്ങൾ. മിഠായി പെറുക്കൽ, ബലൂൺ പൊട്ടിക്കൽ, ലെമൺ ആൻഡ് സ്പൂൺ, ഇഷ്ടികപിടുത്തം, കസേരകളി തുടങ്ങി രസകരമായ മത്സരങ്ങൾ. പുനരധിവാസ ഗ്രാമം ഒരു വർഷത്തിനിടെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന രക്ഷിതാക്കൾ. എൻ്റെ മോൻ നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നേരെ ഒന്ന് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ വന്ന കുഞ്ഞാണ്. ഇപ്പോൾ അവൻ ഓടിച്ചാടി നടക്കുന്നു. മറ്റുള്ളവർ അവനെ കാണുമ്പോൾ ചോദിക്കുന്നു, മോൻ എത്ര നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. പേര് പോലെ തന്നെ സഹജീവന സ്നേഹഗ്രാമം ഞങ്ങളെല്ലാം ഒരു സ്നേഹത്തിൻ്റെ കൂടെ കൂട്ടായ്മയാണ്. ഞങ്ങളൊരു കുടുംബമാണ്. സഹജീവന സ്നേഹഗ്രാമം എന്ന് പറയുന്ന ഒരു തെറാപ്പി സെൻ്റർ അല്ല, നമുക്കൊരു ഫാമിലിയാണ്. മോനിപ്പം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. മോൻ ഇങ്ങോട്ട് വരാൻ ഇഷ്ടമാണ്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അവനോടുള്ള ബിഹേവിയറാണ് അവനെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. അവനിവിടെ വന്ന് തെറാപ്പി എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ കുറച്ച് അവനൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനിപ്പോൾ KG പോകുന്നുണ്ട്. സ്കൂളിൽ പോകുമ്പോഴും ടീച്ചേഴ്സും പറയുന്നുണ്ട് യുവാൻ്റെ ബിഹേവിയറിൽ നല്ല ചേഞ്ചസ് ആണ് ഇപ്പോൾ കാണുന്നതെന്നുള്ളത്. അതിന് എന്താ പറയുക 100% സപ്പോർട്ട് ചെയ്തത് സഹജീവനത്തിലെ സ്റ്റാഫും ഈ സ്ഥാപനവും മാത്രമാണ്. 80ഓളം ദുരിതബാധിതരാണ് സഹജീവനം സ്നേഹഗ്രാമത്തിന്റെ സൗകര്യങ്ങൾ ഒരു വർഷമായി ഉപയോഗിക്കുന്നത്. സഹജീവന സ്നേഹഗ്രാമം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആരംഭിച്ചത്. പുനരധിവാസത്തിന് വേണ്ടിയാണ്. നമ്മളതിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സേവനം കൊടുക്കുക എന്നുള്ളത് ലക്ഷ്യം. ഇത് 4 ഘട്ടമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മൾ സഹജീവനം സ്നേഹഗ്രാമം ഒരു വലിയ കുടുംബമാണ്. ഇപ്പോൾ വലിയൊരു കുടുംബമായി മാറിക്കഴിഞ്ഞു. നമ്മൾ 100-200ഓളം ആളുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു സന്തോഷം കിട്ടുന്ന ഒരു അവസരമാണ് അത്. എല്ലാവർക്കും പ്രത്യേകിച്ച് സർക്കാരിന് വരുന്ന നന്ദി പറയേണ്ട കാര്യമാണ്. സ്നേഹഗ്രാമത്തിലെ ഓണാഘോഷ സമാപന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അബ്ബാസ് മുതലപ്പാറ, ഡോക്ടർ സാജിദ് സലാഹുദ്ദീൻ, സുനിൽ മളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്. നോക്കൂ, എത്രമാത്രം മനോഹരമായൊരു കാഴ്ചയാണല്ലേ സഹജീവനം സ്നേഹഗ്രാമം. ശരിക്കും ഒരിക്കൽ നമ്മൾ അവിടെ ഒന്ന് പോകേണ്ടതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് സഹജീവനം സ്നേഹഗ്രാമം എൻ്റെ ജീവിതത്തിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അതെന്താണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുമല്ലേ. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ
അതിൻ്റെ ചുമതലക്കാരിയാണ്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. സർക്കാരിൻ്റെ ആ സംവിധാനത്തിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഒപ്പം തന്നെ ആ ഫ്രെയിമിൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും, പട്ടുപാവാടയിട്ട് തലയിൽ മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന ഒരു പെൺകുഞ്ഞിനെ കണ്ടു കാണും. എൻ്റെ മകളാണ്, ചക്കിയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. അത്ര മനോഹരമാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വട്ടം അവിടെ പോയിട്ടുണ്ട്. അതാ കാണാൻ കഴിയുന്നു, ചക്കീനെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരുപാട് വട്ടം അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ശരിക്കും കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത്രമാത്രം വലിയ ഇടപെടലാണ് എൻഡോസൾഫാൻ ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തെറാപ്പി സെൻറ്റർ മാത്രമല്ല, ഇനി അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. വിപുലമായ സംവിധാനങ്ങളാണ് സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം എൻഡോസൾഫാൻ ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആലോചിച്ചിരുന്നത്. എന്നാൽ ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികൾക്കുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അത് വിപുലീകരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത വർഷമാകുമ്പോഴേക്കും സഹജീവനം സ്നേഹഗ്രാമം ഇപ്പോൾ കാണുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വളരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, തുകയൊക്കെ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹഗ്രാമത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടത്. ഒരു നാടിൻ്റെ ആഘോഷമായി, ഒരു നാടിൻ്റെ സ്ഥാപനമായി സഹജീവനം സ്നേഹഗ്രാമം മാറുന്നു എന്നത് സന്തോഷം നൽകുന്നത്.